അപ്പോൾ മൂന്നാമത്തെ ഘട്ടം നമ്മൾ തുടങ്ങാൻ പോവാണ്. അതായത് ബേ ആസോ കി ആസ് തുഹി ഹേ, ബേ ആസോ കി ആസ് തുഹി ഹേ, ജാഗത്തെ സോത്തെ പാസ് തുഹി ഹേ. അതായത് ബേ ആസോ, ബേ ആസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാശ്രയർ, അതായത് സഹായമില്ലാത്തവർ, ആശയില്ലാത്തവർ. ആസ് എന്ന് പറഞ്ഞാൽ ആശ, ബേ ആസ് എന്ന് പറഞ്ഞാൽ ആശയില്ലാത്ത. അപ്പോൾ ബേ ആസോ, ആശയില്ലാത്തവരുടെ, ബേ ആസോക്ക് അതായത് നിരാശ്രയരുടെ ആശ്രയം ആരാണ്? തൂഹി ഹേ, നീ തന്നെയാണ്. അള്ളാഹിനോട് പറയാണ്, ആർക്കെങ്കിലും സഹായമില്ലെങ്കിൽ അവരെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. പിന്നെ ജാഗിന എന്ന് പറഞ്ഞാൽ ഉണരുക, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അപ്പം ജാഗത്തെ ഉണരുന്നവരുടെയും, സോത്തെ ഉറങ്ങുന്നവരുടെയും, അങ്ങനെ അർത്ഥം വെക്കണം കേട്ടോ. അപ്പം ഉണരുന്നവൻ്റെയും അല്ലെങ്കിൽ സോത്തെ ഉറങ്ങുന്നവൻ്റെയും പാസ്, അടുത്ത് ആരാണ്? തൂഹി ഹേ, നീ തന്നെയാണ്. അതായത് ഒരാൾ ഉറങ്ങിയാലും അവിടെ നീയുണ്ട്, ഒരാൾ ഉണർന്നാലും അവിടെയും നീയുണ്ട്. അതായത് എല്ലാ സർവ്വസ്ഥലത്തും നീ തന്നെയാണെന്നാണ് പറയുന്നത്. സോച്ച് മേ ദിൽ ബഹലാനെ വാലേ, ബിപ്താ മേ കാം ആനെ വാലേ. അപ്പോൾ സോച്ച് മേ, ചിന്തയിൽ, സോച്ച് എന്ന് പറഞ്ഞാൽ ചിന്ത, സോച്ച് മേ ചിന്തയിൽ, ദിൽ ബഹ്ലാനെ വാലെ, ദിൽ ഹൃദയം, ബഹ്ലാനെ വാലെ സന്തോഷിപ്പിക്കുന്ന, ബഹ്ലാനെ വാല പറഞ്ഞാൽ സന്തോഷിപ്പിക്കുന്നവൻ. അപ്പം ചിന്തിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ ഫുള്ള് സന്തോഷമായിരിക്കും. അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പിന്നെ ബിപ്താമേ, അതായത് ആപത്തിൽ, മുസീബത്ത് എന്ന് പറയും, അതായത് വിപത്തിൽ, ആപത്തിലൊക്കെ കാം ആനേവാലെ, കാം ആനാറുടെ ഉപകാരമെടുക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ അർത്ഥമേ. അപ്പം ബിപ്താമേ, അതായത് മുസീബത്തിലും വിപത്തിലൊക്കെ ആപത്തിലൊക്കെ കാം ആനേവാലെ, സംരക്ഷിക്കുന്നവനെ. നമ്മളിങ്ങനെ വിളിക്കുകയാണ് അള്ളാനെ, ഓ നീയാണ് സംരക്ഷിക്കുന്നവൻ. ഹിൽത്തേഹൈ, ഹിൽത്തേഹൈ എന്ന് പറഞ്ഞാൽ, ഹിൽന എന്ന് പറഞ്ഞാൽ ഇളകുക, ഹിലാന പറഞ്ഞാൽ ഇളക്കുക, ഹിൽന എന്ന് പറഞ്ഞാൽ ഇളകുക, ഹിലാന ഇളക്കുക. അപ്പോൾ ഹിൽത്തേഹൈ അല്ലെങ്കിൽ പത്തേ ഹിൽത്തേഹൈ, അതിൻ്റെ ഓർഡർ ഒന്ന് നിങ്ങൾ നോക്കണം. പത്തേ ഇലകളൊക്കെ ഹിൽത്തേഹൈ, അതിങ്ങനെ ഇളകുന്നു. അത് ഇളകുന്നത് എങ്ങനെയാണ്? തേരേ ഹിലായി, നിൻ്റെ ഇളക്കൽ. ഹിൽന ഇളകുക, ഹിലാന ഇളക്കുക. അപ്പം നിൻ്റെ ഇളക്കലാണ് എന്താകുന്നത്? ഇലകളെയെല്ലാം ഇളക്കുന്നത് എന്നർത്ഥം. ഓക്കെ. നീ കിൽത്തി ഹേ, കിൽന എന്ന് പറഞ്ഞാൽ വിടരുക. അപ്പം കിൽത്തി ഹേ വിടരുന്നു, കലിയാം പൂമൊട്ടുകളെല്ലാം വിടരുന്നു. അതൊക്കെ വിടരാൻ കാരണം എന്താ? തേരേ കീലായി, നിൻ്റെ വിടർത്തൽ. കിൽന വിടരുക, കിലാന വിടർത്തുക. അപ്പം നിൻ്റെ വിടർത്തലാണ് പൂമൊട്ടുകളെയെല്ലാം വിടർത്തുന്നതെന്ന് പറയണല്ല. ഒരു പൂവൊന്ന് വിടരണമെങ്കിൽ നീ ചിന്തിക്കണം. ഒരു ഇല ഒന്ന് ഇളകണമെങ്കിൽ അത് നീ ഇളക്കണം. എല്ലാം അല്ല തന്നെയാണ്. നീ പറയാണ് തൂഹി, നീ തന്നെയാണ്. ഡുബൂയെ, ഡുബൂന എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്കുക. അപ്പോൾ ഡുബൂയെ, മുക്കുന്നവനും നീ തന്നെയാണ്. തൂഹി, നീ തന്നെയാണ്. തിറായെ, തിർന എന്ന് പറഞ്ഞാൽ എന്താണ്? തേർന എന്ന് പറയാം. തേർന എന്ന് പറഞ്ഞാൽ നീന്തുക, അതിനെ തിറാന നീന്തിക്കുക. അപ്പോൾ തിറായെ, നീന്തിക്കുന്നവനും നീ തന്നെയാണ് അല്ലേ? അള്ള തന്നെയാണ്. ഒരാളെ മുക്കാൻ ഉദ്ദേശിച്ചാൽ അത് അള്ള ചിന്തിക്കണം. ഒരാളെ നീന്തിപ്പിക്കണമെങ്കിൽ അതും അള്ള ചിന്തിക്കണം. തൂഹി, അവസാനം പറയാം തൂഹി, നീ തന്നെയാണ് അള്ളാഹുവേ. ബേഡ, ശരിക്കും ബേഡ എന്ന് പറഞ്ഞാൽ കപ്പൽ, വലിയ കപ്പലാണ്. പാർ കർണ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? മുറിച്ചു കടക്കുക എന്നാണ്. അപ്പോൾ തൂഹി, നീ ഇതിനെ ഒരു വേറൊരു ഭാഷാർത്ഥത്തിൽ ഉപയോഗിച്ചതാട്ടോ. തൂഹി, നീ തന്നെയാണ്. ബേഡ, ഇവിടെ ഉദ്ദേശം എന്താണ്? വലിയ കാര്യങ്ങളെ, പാർ ലഗാന, മുറിച്ചു കടക്കാന്ന് പറയില്ല, അവിടെ എന്താണ് ഭാഷാർത്ഥത്തിൽ നമ്മൾ വേണം എങ്ങനെ പറയാം? പാർ ലഗാന, നിറവേറ്റുന്നവൻ. അപ്പോൾ തൂഹി, നീ തന്നെയാണ്. ബേഡ, വലിയ കാര്യങ്ങളെ, പാർ ലഗായെ, നിറവേറ്റുന്നവനും നീ തന്നെയാണെന്നാണ് നമ്മൾ ഈ കവിതയിലൂടെ പറയുന്നത്. നല്ല അടിപൊളി കവിതയാണ്. അള്ളാഹിനെ കുറിച്ച് സർവ്വതും നമ്മൾ പറയുകയാണ്. ഇതുകൊണ്ടൊന്നും തീരൂല, പക്ഷെ നമ്മളാലിങ്ങനെ കഴിയുന്ന ഈ കവിതയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സൂചിപ്പിച്ച് തന്നിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എന്താക്കുക, ആവതും പരിശ്രമിക്കണം. എല്ലാവർക്കും നല്ലത് നേരുന്നു. അസ്സലാമു അലൈക്കും.